ഫസ്റ്റ് ഓഫ് ഓൾ എമ്പുരാൻ കാണാൻ പോകുന്ന ഫാമിലിയായിട്ടും കുട്ടികളൊക്കെ ആയിട്ട് പോകാതിരിക്കുന്ന ആൾക്കാർ അവരോടാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. നിങ്ങൾ മാക്സിമം കുട്ടികളെയും കൊണ്ട് പോവാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വളരെ വളരെ ട്രോമാറ്റിക് ആയിട്ട് തോന്നുന്ന, വളരെ പ്രോബ്ലമാറ്റിക് ആക്കുന്ന, വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ പടത്തിൽ, എമ്പുരാനിൽ. നമ്മുടെ ഈ ഔട്ടർ വേൾഡ് എങ്ങനെയാണ് അത്രയും റോ ആൻഡ് റസ്റ്റി ആയിട്ടുള്ള ഒരു വയലൻസ് ഒക്കെയാണ് കാണിക്കുന്നത്. അത് നമ്മുടെ കുട്ടികൾക്ക് കണ്ടാൽ ഒട്ടും സഹിക്കില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം കുട്ടികളെ, സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ മാക്സിമം ഈ പടം കാണിക്കാതിരിക്കുക. എനിക്കിപ്പോഴും പിടിയിട്ടുന്നില്ല എങ്ങനെയാണ് ഈ പടത്തിന് UBI സർട്ടിഫിക്കറ്റ് കിട്ടിയതെന്ന്. കാരണം അത്രയും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള, അതും കുട്ടികൾക്ക് പ്രത്യേകിച്ച് അവർക്കൊക്കെ കണ്ടാൽ അവർ ജീവിതകാലത്തേയും മറക്കില്ല. അങ്ങനത്തെ ഒക്കെ രീതിയിലുള്ള വളരെ വയലൻ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഈ ബ്ലഡും കാര്യങ്ങളൊന്നും അല്ല, ബട്ട് അതുപോലത്തെ കുറേ രംഗങ്ങളുണ്ട്. അതൊക്കെ മാക്സിമം അവരെ അവോയ്ഡ് ചെയ്യിപ്പിക്കുക. ഇപ്പം ഞാനൊക്കെ ഒരു ചെറിയ പ്രായത്തിലാണ് ആ പോർഷൻസൊക്കെ കാണണമെങ്കിൽ ഞാൻ ഞെട്ടിപ്പോയേനെ, ഞാൻ ജീവിതകാലം ഒരിക്കലും മറക്കാതിരുന്നേനെ. സോ ഞാൻ ഈ പടം കണ്ടിറങ്ങിയപ്പോൾ ഒരുപാട് പേര് കുട്ടികളെയും കൊണ്ട് പോകുന്നത് കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ പലരും മോഹൻലാലിൻ്റെ മേത്തുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണ് വരുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ എനിക്ക് പറയണമെന്ന് തോന്നി. ശരിക്കും നമ്മൾ കുട്ടികളെ മാക്സിമം ഇത് കാണിക്കാതിരിക്കുക. അപ്പോൾ എമ്പുരാൻ കണ്ടു. ആദ്യം തൊട്ട് നമുക്ക് ഓരോരുത്തരും ഞങ്ങളുടെ റിവ്യൂ തുടങ്ങാം. അത്യാവശ്യം പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ്, മുരളി ഗോപി ഇതിലുദ്ദേശിച്ചിരിക്കുന്ന രാഷ്ട്രീയം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പക്കാ പൊളിറ്റിക്കലായിട്ടുള്ളൊരു പടം കൂടെയാണ് ഇത്. ഇതിന് ശക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയം പറയാനുണ്ട്. ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും തീവ്ര വലതുപക്ഷമായിട്ടുള്ള നോർത്ത് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന പല പാർട്ടികളെയും ഇവർ നല്ല രീതിക്ക് വിമർശിക്കുന്നുണ്ട്. പലതും ഉള്ള കാര്യമാണ്. പക്ഷെ പടത്തിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മുരളി ഗോപി കുറേ നാൾ മുമ്പുള്ളൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഇതൊരു സീക്വൽ അല്ല, ഒരു സ്റ്റാൻഡ് ലോൺ പാർട്ട് 2 ആണെന്ന്. അത് അപ്പം എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം L2E എന്ന് വെച്ചാൽ എമ്പുരാൻ, അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഈ കഥയുടെ കണ്ടിന്യൂവേഷൻ ആയിരിക്കണമല്ലോ. പക്ഷെ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്. നമ്മൾ മറ്റൊരു ലൂസിഫർ പ്രതീക്ഷിച്ച് ഒരിക്കലും പോകാൻ നിൽക്കണ്ട. ലൂസിഫർ പോലെ അത്രയും ലേയേഴ്സുള്ള, ഭയങ്കര രസമായിട്ടും വളരെ വയലൻ്റായിട്ടും വളരെ വളരെ നിഗൂഢത എന്നൊക്കെ പറയില്ലേ, ഒരു മിസ്റ്ററി ഇപ്പോഴും അതിൻ്റെ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടറും അങ്ങനത്തെ ഒരു സ്റ്റോറിയാണത്. പക്ഷെ അതൊന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ ഇതിൽ പോകാൻ നിൽക്കണ്ട. കാരണം ലൂസിഫർ എന്ന് പറയുന്ന പടത്തിൻ്റെ 7 അയിലത്തോലി പടവില്ല, സീരിയസ് ആയിട്ട് പറയാം. ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, ആരുടെ കഥയാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അതുപോലെ തന്നെയാണ് ഈ പടവും പോകുന്നത്. ആൻഡ് ഖുറേഷി അബ്രഹാം എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ലൂസിഫറിലൊക്കെ തോന്നിയ ആ ഒരു ഓറ, ആ ഒരു വളരെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഓറയൊന്നും നമുക്ക് വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്യില്ല. കാരണം വലിയ ഒരു ഗുമ്മില്ല എന്ന് വെച്ചാൽ നമുക്കൊരു ഹൈ തരുന്നേ ഇല്ല. ഫസ്റ്റ് ഹാഫ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഒരു ഹൈ പോയിൻ്റ് പോലും ഇല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ? നമ്മുടെ ലൂസിഫറിൽ ഇങ്ങനെ അല്ലായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു ടിപ്പിക്കലി നമ്മുടെ ലൂസിഫറിൻ്റെ ആ ഒരു ഫസ്റ്റ് ഹാഫ് മൊത്തം ആ കഥയുടെ ഒരു സെറ്റിങ്ങിലേക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരികയാണല്ലോ. സെക്കൻഡ് ഹാഫ് ആണല്ലോ പിന്നെ പക്കാ കെയോസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്ന് വെച്ചാൽ പിന്നെ ആ ഒരു വേൾഡ് ഭയങ്കരമായിട്ട് മൂവ് ചെയ്യുന്നത് പിന്നെ സെക്കൻഡ് ഹാഫിലാണല്ലോ. അതുപോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഹാഫ് നല്ല രീതിക്ക് ഇരുന്നിങ്ങനെ കണ്ടു. എല്ലാം സെറ്റ് ചെയ്യാണല്ലോ. ഒരു പോയിന്റിൽ ഇൻ്റർവെൽ വരുന്നൊരു പോയിൻ്റൊക്കെ ഉണ്ട്, അതൊക്കെ ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞ് ഇരുന്ന് കണ്ടു. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു അത്യാവശ്യം നല്ലൊരു ഹൈ മൊമെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെയും വളരെ ഫ്ലാറ്റായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഈവൻ ക്ലൈമാക്സും ഈ കാര്യങ്ങൾ വരെ എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. എന്തോ നടക്കുന്നു. ഈ വീഡിയോ നമുക്ക് വേണമെങ്കിൽ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. മോഹൻലാൽ, പൃഥ്വിരാജ്, മുരളി ഗോപി. ഏറ്റവും ആദ്യം മുരളി ഗോപിനോട് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്ത് പറ്റി എന്ന് വെച്ചാൽ ലൂസിഫറിൽ അത്രയും ടൈം എടുത്ത് അത്രയും ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ചെയ്ത ഒരാൾ പല സബ്പ്ലോട്ട്സും ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒന്നും ആക്കാണ്ടിരുന്നു. എന്താണ് എനിക്ക് പറ്റിയത്? സത്യം പറ, സീരിയസ് ആയിട്ട് പറ, എന്താണ് പറ്റിയത്? ലൂസിഫറിൽ നിങ്ങളുടെ ആ ഒരു അത്രയും ഗ്രിപ്പിംഗ് ആയിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ ഇതിലുണ്ടായിരുന്നില്ല. വളരെ ടിപ്പിക്കലായിട്ടുള്ളൊരു മാസ് മസാല പടം കണ്ട പോലെയാണ് എനിക്ക് തോന്നിയത്. വളരെ ടിപ്പിക്കലായിട്ടുള്ളത്. നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന്, അതും മോഹൻലാലും പൃഥ്വിരാജും മുരളി ഗോപിയും പോലത്തെ അത്രയും നല്ല ടെക്നീഷ്യൻസ് ഒന്നിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു വളരെ മിഡായിട്ടുള്ളൊരു പടമല്ല. നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ എടുത്തു വയ്ക്കാൻ പറ്റുന്നൊരു സാധനം വേണം. അതും നല്ല കൊമേഴ്ഷ്യൽ സ്റ്റഫ് വേണം. അത് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ് ലൂസിഫർ. എന്ത് പറ്റി നിങ്ങൾക്ക്?
മുരളി ഗോപി തന്നെ കുറേ നാൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇല്ലുമിനാറ്റിയുടെ ഒരു കോർ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് പുള്ളിയുടെ ഈ ലൂസിഫർ എന്ന് പറയുന്ന ആ ഒരു ഫ്രാഞ്ചൈസിൻ്റെ ഒരു സംഭവം എന്ന്. പക്ഷേ എവിടെയാണ് ഇതിൽ ആ സംഭവം ചെയ്തു വെച്ചിരിക്കുന്നത്? എവിടെയാണ്? അത് പോട്ടെ, എല്ലാം പോട്ടെ. ഇറ്റ് വാസ് ഗുഡ് എന്ന് വെച്ചാൽ വളരെ മോശം പടമല്ല. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ഹൈ മൊമെൻറ്റ്, ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഹൈ മൊമെൻറ്റ് പോലും എനിക്ക് കിട്ടിയില്ല. ഈവൻ 1-2 പ്രാവശ്യം ഞാൻ എൻ്റെ വാവുന്നെങ്കിലും ഞാൻ പറഞ്ഞുള്ളൂ ആ തിയേറ്ററിൽ ഇരുന്നിട്ട്. പക്ഷേ അടച്ചാക്ഷേപിക്കുകയല്ല, നിങ്ങൾ ചെയ്ത വേറെ കുറേ സംഭവങ്ങൾ വളരെ വളരെ ഗ്രേറ്റസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന പോർഷൻസ് ഉണ്ട്. ഈവൻ ഇതിലത്തെ രാഷ്ട്രീയം, നമ്മുടെ ഇന്ത്യയിലത്തെ തന്നെ ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റും അതെങ്ങനെയാണ് യുവാക്കളെ ബാധിക്കുന്നതെന്നും അതിനെങ്ങനെയാണ് ആൾക്കാർ മുതലെടുത്ത് ഓരോരോ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ അതിനെ മുതലെടുത്ത് ഓരോന്നും ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നൊക്കെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം വേറെ ആർക്കും ഇത് എഴുതാനുള്ള ധൈര്യം ഉണ്ടാവില്ല. പക്ഷേ അത് മാത്രമല്ലല്ലോ നമ്മുടെ സിനിമ എസ്പെഷ്യലി ഈ സിനിമ എന്ന് പറയുന്നത് ആ ഒരു വേൾഡ്, ഖുറേഷി എബ്രഹാം ആരാന്നറിയണം നമുക്ക് ആദ്യം. അതുപോട്ടെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓറയുണ്ട്, അതെങ്കിലും ഫീൽ ആവണം. അതുപോലും ഉണ്ടായിരുന്നില്ല. ഇനി പൃഥ്വിരാജ് സുകുമാരൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്, വളരെ വളരെ നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമ്മളിതൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്തെന്ന് വിചാരിക്കും, അത് ഇൻ്റർനാഷണലി പോയിട്ട് ഇത്രയും നന്നായിട്ട് എങ്ങനെ ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്നു, അതും റിയലായിട്ട്, അതും ഒരു തരി VFX പോലും ഇല്ലാതെ എങ്ങനെ ഇതൊക്കെ ചെയ്തു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഗ്രിപ്പിംഗ് സ്ക്രീൻ പ്ലേയുടെ ഒരു കുറവ് അപ്പോൾ ഈ മേക്കിംഗ് കൊണ്ട് നമുക്ക് അങ്ങനെ മറികടക്കാൻ പറ്റിയിട്ടില്ല. ആൻഡ് അറ്റ് ലാസ്റ്റ് ഫോർ മോഹൻലാൽ ദ മാൻ ഹിംസെൽഫ്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്റ്റാർഡം നിങ്ങൾ വാല്യൂ ചെയ്യാത്തതെന്നാണ് ഞാൻ ചോദിക്കുള്ളൂ. കാരണം ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഓക്കെ പറഞ്ഞത്? യു ആർ ദ മാൻ ഹിംസെൽഫ്. മലയാളത്തിലെ ഏറ്റവും വലിയ സ്റ്റാറാണ് നിങ്ങൾ. ഈ കേരളം കണ്ടതിൽ വലിയ ഏറ്റവും വലിയ സ്റ്റാർ. ഈ ഒരു പടത്തിന് പോസിറ്റീവ് റിപ്പോർട്ട് വന്നാൽ നിങ്ങളൊന്നും പിടിച്ചാൽ കിട്ടൂല. നിങ്ങളുടെ പടത്തിൻ്റെ കളക്ഷൻ പോകുന്നത് ആ വഴിക്കായിരിക്കും. എത്ര വലിയ പടങ്ങളിൽ പൊട്ടിയെന്ന് പറഞ്ഞാലും ഒരു പടം മതി നിങ്ങൾക്ക് പിന്നെയും തിരിച്ച് കയറി വരാൻ. ഈ മലയാള ഇൻഡസ്ട്രിയിൽ വേറെ ആരുണ്ട് നിങ്ങളുടെ പോലത്തൊരു സ്റ്റാർ? വേറെ ആരുണ്ട്? എന്നിട്ട് നിങ്ങൾ ഇതുവരെ, പ്രത്യേകിച്ച് ഈ പടം നിങ്ങളാണ് എൻ്റെ ഹീറോ. നിങ്ങളെ ഏത് രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തേണ്ടത്? ലൂസിഫറിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്തോ അതുപോലെ തന്നെയാണെങ്കിലും പ്രസൻറ്റ് ചെയ്യേണ്ടത്. നിങ്ങളെ കാണാനാണ് ഞങ്ങളെല്ലാവരും പൈസ കൊടുത്ത് വന്നിരിക്കുന്നത്, അല്ലാതെ വേറൊരാളുടെ ഒറിജിൻ സ്റ്റോറി കാണാനൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് വേറെ പടം എടുത്താൽ പോരെ. സത്യം പറഞ്ഞാൽ ക്ലൈമാക്സ് ഒക്കെ കണ്ടപ്പോൾ ജില്ലയിലത്തെ നിങ്ങളുടെ അവസ്ഥയാണ് എനിക്ക് ഓർമ്മ വന്നത്. ജില്ല ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് മോഹൻലാലും വിജയൊക്കെ തകർത്തടിക്കും, സീനായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചത്. ജില്ല കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വന്നുപോയി. മോഹൻലാലിനെ സൈഡാക്കി കളയാന്നൊക്കെ പറഞ്ഞില്ലേ വിജയിനെ എനിക്കിഷ്ടമാണ്, മോഹൻലാലിനെ എനിക്കിഷ്ടമാണ്. ഞാൻ മ്യൂച്വൽ ഫാനായിരുന്നു ആ ടൈമിൽ. പക്ഷെ വിജയനോട് എനിക്ക് വെറുപ്പ് തോന്നിപ്പോയി. എന്തിനാണ് ഇത്രയും നല്ലൊരു സ്റ്റാറിനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെയ്തതെന്ന് തോന്നിപ്പോയി. അതേ വെറുപ്പ് എനിക്കിപ്പോൾ വേറൊരാളോട് തോന്നുന്നുണ്ട്. എന്തിനാണ് ഇത്രയും നല്ലൊരു സ്റ്റാറിനെ കൊണ്ടുവന്നിട്ട് ആ ഒരു ക്യാരക്ടറിനെ വേണ്ട വിധം എക്സ്പ്ലോർ ചെയ്യുക. ആ ഒരു ക്യാരക്ടർ പോട്ടെ, 2 ഡ്യുവാലിറ്റി ഉണ്ട്, അതെങ്കിലും അവിടെ നിന്നെങ്കിലും സ്റ്റീഫൻ അല്ലെങ്കിൽ ഖുറേഷി ആരെങ്കിലുമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാതെ സ്വന്തമായിട്ട് ഓരോന്നുണ്ടാക്കാൻ നോക്കി. സ്വന്തമായിട്ട് ഈ പടം കണ്ടാൽ ശരിക്കും ഹീറോ ആരാണ്? മോഹൻലാലിനെയൊക്കെ ലാസ്റ്റ് സൈഡ് ക്യാരക്ടർ പോലെ ആക്കി കളഞ്ഞല്ലോ. അയാളാണ് ഈ പടത്തിൻ്റെ ഹീറോ. അതൊക്കെ പോട്ടെ, ലൂസിഫർ മൊത്തം നിങ്ങളിരുന്ന് കണ്ടാൽ പടം എങ്ങനത്തെ പടമാണെന്ന് ചോദിച്ചാൽ നമുക്കങ്ങനെ ഒറ്റ വാക്കി ചുരുക്കാനേ പറ്റില്ല. പക്ഷേ എമ്പുരാൻ കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് അത് സിമ്പിളായിട്ട് ഒറ്റ വാക്കി വേണമെങ്കിൽ പറയാം, ഇതൊരു വെറും റിവെഞ്ച് സ്റ്റോറിയാണെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം.